മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ 3, 4, 5, 6 തീയതികളിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:15 അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA കലോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. മേളയിലെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് സിജി പ്രദീപ് നിർവഹിക്കുന്നു. 5-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6:30 സാംസ്കാരിക സന്ധ്യയുടെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി നിർവഹിക്കും. നവംബർ 6 വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷത വഹിക്കും. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് മുഖ്യാതിഥിയാകും. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി പങ്കെടുക്കും. ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ I ജയ, ജോയിന്റ് കൺവീനർ MP മാലിനി, സജി C പോൾസൺ, ജിബി പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷം കലോത്സവം നടക്കുന്നത് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അന്നനാട് വെച്ചിട്ടാണ്. നവംബർ 3, 4, 5, 6 തീയതികളിലാണ് അവിടെ കലോത്സവം മാള ജില്ലയിൽ നടക്കുന്നത്. 9ഓളം വേദികളിലായിട്ട് 5000-ലധികം കുട്ടികളാണ് ഈ വർഷം ഈ മേളയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൻ്റെ ബഹുമാനപ്പെട്ട MLA VR സുനിൽകുമാറാണ് നിർവഹിക്കുന്നത്. സമാപന സമ്മേളനം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫാണ്. നമ്മൾ വിപുലമായ സംഘാടക സമിതിയും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ് ചെയർപേഴ്സണായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാൾ ജയ ടീച്ചറാണ് അതിൻ്റെ ജനറൽ കൺവീനർ. മാലിനി ടീച്ചർ, അതുപോലെ തന്നെ LP സ്കൂളിലെ അധ്യാപിക കാഞ്ചന ടീച്ചറൊക്കെ അതിൻ്റെ ജോയിന്റ് കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 13ഓളം സബ് കമ്മിറ്റികൾ, വികസന സമിതിയുടെ നേതൃത്വത്തിൽ 13ഓളം സബ് കമ്മിറ്റികൾ ഈ മേളയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 4 ദിവസവും മേളയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനം സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എടുത്തു പോയിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഗ്രീൻ പ്രോട്ടോകോളിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി, പോലീസിന്റെ സഹായം തുടങ്ങി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതുപോലെ വേദികളുടെ ഫിറ്റ്നസ്, പിന്നെ ഫുഡ് നടത്തുന്നതിനാൽ ഏകദേശം ഒരു 6000-7000 പേർക്കുള്ള ഫുഡാണ് നമ്മൾ 4 ദിവസങ്ങളിലായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. NSSും അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, വളണ്ടിയേഴ്സിൻ്റെ ഒക്കെ കൂട്ടായ ഒരു പരിശ്രമം കൊണ്ട് ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ PTA വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നു. നമ്മുടെ ഫുഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം PTA ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിലെ തന്നെ ഒരു 6 വേദികളിലും അതിന് LP സ്കൂളിലെ വേദിയിലും അതുപോലെ IF ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് നടക്കുന്നത്. അമ്പലത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അതുപോലെ ഫുഡിനായിട്ട് ബാലശാസ്ത്ര ഓഡിറ്റോറിയം വിട്ടു തന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നല്ല സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയ അഭ്യുദയകാംക്ഷികളായ നാട്ടുകാർ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയിട്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചു. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾക്ക് പുറമെ ഒരു സാംസ്കാരിക സന്ധ്യ 5-ാം തീയതി വൈകുന്നേരം സംഘടിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. സുരേഷ് മുട്ടത്തി ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് തന്നെ കലാപ്രതിഭകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക സന്ധ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും നടത്താമെന്ന് വിചാരിക്കുന്നു. അതുപോലെ സമാപന സമ്മേളനത്തിന് ഒന്ന് കൊഴുപ്പ് കൂട്ടുന്നതിനായിട്ട് നമ്മൾ പ്രസീത ചാലക്കുടിയെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്.